നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യിരെമ്യാ പ്രവചനം 24-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെഹോയാക്കീമിന്റെ മകനായി യഹൂദ രാജാവായ യെഖൊന്യാവെയും യഹൂദ പ്രഭുക്കന്മാരെയും അവരുടെ ശില്പികളെയും കൊല്ലന്മാരെയും പിടിച്ചുകൊണ്ട് യെരൂശലേമിൽ നിന്ന് ബാബേലിലേക്ക് കൊണ്ടുപോയ ശേഷം യഹോവ എന്നെ 2 കൂട്ട അത്തിപ്പഴം യഹോവയുടെ മന്ദിരത്തിനു മുമ്പിൽ വച്ചിരിക്കുന്നത് കാണിച്ചു. ഒരു കുട്ടയിൽ തലപ്പഴം പോലെ എത്രയും നല്ല അത്തിപ്പഴവും മറ്റേ കുട്ടയിൽ എത്രയും ആകാത്തതും തിന്നാൻ പാടില്ലാത്തതുവണ്ണം ചീത്തയുമായ അത്തിപ്പഴവും ഉണ്ടായിരുന്നു. യഹോവ എന്നോട് യിരെമ്യാവേ, നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു. അതിന് ഞാൻ അത്തിപ്പഴം, നല്ല അത്തിപ്പഴം എത്രയും നല്ലതും ആകാത്തത് എത്രയും ചീത്തയും തിന്നുകൂടാത്തതും ആകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഈ സ്ഥലത്ത് നിന്ന് കൽദേയരുടെ രാജ്യത്തേക്ക് നന്മയ്ക്കായി അയച്ചിരിക്കുന്ന യഹൂദ ബദ്ധന്മാരെ ഈ നല്ല അത്തിപ്പഴം പോലെ ഞാൻ വിചാരിക്കും. ഞാൻ എൻ്റെ ദൃഷ്ടി നന്മയ്ക്കായി അവരുടെ മേൽ വെച്ച് അവരെ ഈ ദേശത്തേക്ക് വീണ്ടും കൊണ്ടുവരും. ഞാൻ അവരെ പണിയും പൊളിച്ചു കളയുകയില്ല, അവരെ നടും പറിച്ചു കളയുകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നെ അറിയുവാൻ തക്കവണ്ണം ഞാൻ അവർക്ക് കനാൻ നാട് കൊടുക്കും. അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും. അവർ പൂർണ്ണ ഹൃദയത്തോടെ എങ്കിലേക്ക് തിരിയും. എന്നാൽ യഹൂദരാജാവായ സിദെക്കീയാവിനെയും പ്രഭുക്കന്മാരെയും ഈ ദേശത്ത് ശേഷിച്ച യെരൂശലേമിലെ ശേഷിപ്പിനെയും മിസ്രയീം ദേശത്ത് പാർക്കുന്നവരെയും ഞാൻ ആകാത്തതും തിന്നുകൂടാത്തതും ചീത്തയുമായ അത്തിപ്പഴം പോലെ ത്യജിച്ചു കളയുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ അവരെ ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ഭീതിയും അനർത്ഥവും, ഞാൻ അവരെ നീക്കിക്കളയുവാനിരിക്കുന്ന സകല സ്ഥലങ്ങളിലും നിന്നയും പഴഞ്ചൊല്ലും പരിഹാസവും ശാപവാക്യവുമാക്കി തീർക്കും. ഞാൻ അവർക്കും അവരുടെ പിതാക്കന്മാർക്കും കൊടുത്ത ദേശത്തിൽ നിന്ന് അവർ നശിച്ചു പോകുന്നതുവരെ ഞാൻ അവരുടെ ഇടയിൽ വാളും ക്ഷാമവും മഹാമാരിയും അയക്കും. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യഹൂദരെ പിടിച്ചുകൊണ്ടുപോയ ശേഷം യിരെമ്യാവിനുണ്ടായ ദർശനമാണ് ഈ അധ്യായം. ബാബേൽ രാജാവ് പിടിച്ചുകൊണ്ടുപോയത് കഴിവും പ്രാപ്തിയുമുള്ള സാമർഥ്യമുള്ള ആളുകളെ, അതുപോലെ കുലീനന്മാരെ, വിദ്യാസമ്പന്നരായ ആളുകളെയൊക്കെയാണ് അവരുടെ രാജ്യത്ത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടാൻ, രാജസന്നിധിയിലൊക്കെ പ്രയോജനപ്പെടാൻ പിടിച്ചുകൊണ്ടുപോയത്. ദൈവം യിരെമ്യാവിന് ദേവാലയത്തിന് മുമ്പിൽ വെച്ചിരിക്കുന്ന 2 അത്തിപ്പഴ കൊട്ട കാണിച്ചു. ഒന്ന് നല്ലതും മറ്റേത് ചീത്തയും. ദൈവം പറഞ്ഞത്, ഇതിൽ നല്ലത് ബാബേലിലേക്ക് പോയവരും ചീത്ത ഇവിടെ കഴിയുന്നവരുമാണെന്നാണ്. പ്രവാസത്തിലേക്ക് പോയവർ ചീത്തയും ഇവിടെ ശേഷിക്കുന്നവർ നല്ലവരുമാണെന്നാണ് സ്വാഭാവികമായി പറയേണ്ടത്. എന്നാൽ പ്രവാസത്തിൽ പോയവർക്ക് സുരക്ഷിത വാസമുണ്ടാകുകയും അവർ അനുതപിക്കുന്നതിനാൽ ദൈവകരണം മൂലം അവർ മടങ്ങി വരികയും ചെയ്യും. അവർ വീണ്ടും കനാൻ നാട്ടിൻ്റെ നന്മ തലമുറയായി അനുഗ്രഹിക്കും. എന്നാൽ ഇവിടെ ശേഷിച്ചിരിക്കുന്നവരെ അവരുടെ ദുഷ്ടത നിമിത്തം ദൈവം വാളിനും ക്ഷാമത്തിനും മഹാമാരിക്കും ഏൽപ്പിക്കും. കാരണം വടക്കേ രാജ്യമായ ഇസ്രായേലിനെ ആദ്യം അശൂർ രാജാവ് വന്ന് പിടിച്ചുകൊണ്ടുപോയി. പിന്നീട് തെക്കേ രാജ്യം മിസ്രയീമിന് വീണ്ടും അടിമപ്പെടാനിടയായി. മിസ്രയീമിന് ശേഷം ബാബേൽ സാമ്രാജ്യം പ്രബലപ്പെട്ടു. പല സമയത്തായിട്ട്, അതായത് യോശിയാവിന് ശേഷം ഉണ്ടായ യഹോവാഹാസിൻ്റെ കാലത്തും യെഹോയാക്കീമിൻ്റെ കാലത്തും ഒക്കെ ആളുകളെ ബാബേൽ രാജാവ് പിടിച്ചുകൊണ്ടുപോയി. ദേവാലയത്തിലെ ഉപകരണങ്ങളൊക്കെ, സ്വർണവും വെള്ളിയും വിലയേറിയതൊക്കെ എടുത്തുകൊണ്ടുപോയി. ഇത്രയും കാര്യം കണ്ടിട്ടും ഇസ്രായേൽ പഠിച്ചില്ല. അവസാനമായിട്ട് സിദെക്കീയാവിൻ്റെ കാലത്ത് ദേവാലയം ഇടിച്ച് തകർത്ത് ചുട്ടുകളഞ്ഞിട്ട് ബഹുഭൂരിപക്ഷം ആളുകളെ പിടിച്ചുകൊണ്ടുപോയി. പക്ഷേ ഇവിടെ ശേഷിച്ച ആളുകൾ വിചാരിച്ചത് തങ്ങളുടെ വിശുദ്ധി കൊണ്ടാണ് തങ്ങളിവിടെ നിൽക്കുന്നതെന്നാണ്. അവർ വിഗ്രഹാരാധികളായിരുന്നു, ബാലിനെ അശേരയൊക്കെ സേവിക്കുന്നവരായിരുന്നു. അതവർ തുടർന്നു. ദൈവം നമ്മോട് കരുണ കാണിച്ചു, നമ്മളെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയില്ല. അതുകൊണ്ട്
ഇനി വിഗ്രഹസേവ ചെയ്യാൻ പാടില്ല എന്ന് അവർ തീരുമാനമെടുത്ത് അതെല്ലാം ഹിസ്കിയാവ് ചെയ്തതുപോലെ തല്ലിപ്പൊട്ടിച്ച് അല്ലെങ്കിൽ ചുട്ടുകളയണമായിരുന്നു. യോശിയാവ് അങ്ങനെ ചെയ്തു. ഇവർ ചെയ്തില്ല. വിഗ്രഹാരാധന തുടർന്നു. വചനവിരുദ്ധമായ വ്യഭിചാരവും അതുപോലെയുള്ള ദോഷങ്ങളും അവർ ചെയ്തു. തന്മൂലം അവർക്ക് ദൈവം നൽകാൻ പോകുന്നത് മഹാമാരിയും ക്ഷാമവുമായിരിക്കും എന്നാണ് യിരെമ്യാവിലൂടെ ദൈവം പറഞ്ഞത്. അതുകൊണ്ടാണ് അവര് ആ ചീത്ത അത്തിപ്പഴത്തിന് തുല്യമാണെന്ന് ദൈവം പറയാനിടയായത്. നമ്മുടെ ജീവിതത്തിൽ നമുക്കും തെറ്റുപറ്റാൻ സാധ്യതയുണ്ട്. നമ്മൾ ഗലാത്യലേഖനത്തിൽ വായിക്കുന്നുണ്ട്, നാം പലതിലും തെറ്റിപ്പോകുന്നു. എന്നാൽ ദൈവത്തെങ്കിലേക്കും ദൈവവചനത്തെങ്കിലേക്കും മടങ്ങി വരുവാൻ സാധിച്ചാൽ പത്രോസിനെ പോലെ ദൈവം നമ്മളെ ഉപയോഗിക്കും. ശിംശോനെ പോലെ ദൈവം നമ്മളെ ഉപയോഗിക്കും. ദാവീദിനെ പോലെ ദൈവം നമ്മളെ പ്രയോജനപ്പെടുത്തും. ബാലശിക്ഷ തീർച്ചയായിട്ടും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, ശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. തീർച്ചയായിട്ടും ലംഘനം ശപിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാനെന്നാണ് ദാവീദ് 32 സങ്കീർത്തനത്തിൽ എഴുതിയത്. ദൈവം വേണം പാപത്തെ മറയ്ക്കാൻ, നമ്മൾ മറച്ചിട്ട് കാര്യമില്ല. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ലെന്നാണ് സദൃശവാക്യം 28:13 വായിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പാപത്തെ ക്ഷമിച്ചു തരാനും മറച്ചു തരാനും അത് ദൈവസന്നിധിയിൽ തുറന്നു പറയാനും നമുക്ക് സാധിക്കണം. അവ എന്നേക്കുമായിട്ട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ശാപ അനുഗ്രഹമാകും, നമ്മുടെ ദുഃഖം അത് സന്തോഷമാകും, നമ്മുടെ വിലാപം നൃത്തമാകും. ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാകും, വിജയമുണ്ടാകും. ദൈവം നമ്മെ വചനങ്ങളാൽ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.